വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഈ കണ്ടത് ശബരിമലയിലേക്ക് സ്വാമിമാർ പോകുന്നതിന്റെ കെട്ടുകാഴ്ചയല്ല. ഈ ശരണം വിളി ദൈവസന്നിധിയിൽ എത്താനുള്ളതുമല്ല. ഇത് വെറും പ്രതിഷേധം മാത്രമാണ്. എന്തിനാണ് ഈ പ്രതിഷേധമെന്ന് അല്ലേ? അത് മതപരവും മൗലികവുമായ അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനാണ്. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് പരാതിയും പ്രതിഷേധവും. അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ശബരിമല വ്രതത്തോടനുബന്ധിച്ച് കറുപ്പെടുത്തു ക്ലാസ്സിൽ വന്നു. ഈ സ്കൂൾ യൂണിഫോം അത്രമാത്രം നിർബന്ധമാക്കിയ സ്കൂൾ കറുപ്പെടുത്തു വന്ന കുട്ടിയെ സ്കൂളിൽ കയറ്റുന്നില്ല, പഠിക്കാൻ അനുവദിക്കുന്നില്ല. അതുവരെ യൂണിഫോം അണിഞ്ഞു വന്ന കുട്ടി വ്രതത്തോടനുബന്ധിച്ച് മാത്രം, അതായത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് യൂണിഫോം ഒഴിവാക്കുന്നത്. കറുപ്പെടുത്തു കൊണ്ടുവന്ന കുട്ടി എന്തുകൊണ്ടാണ് യൂണിഫോം ധരിക്കാതെ എത്തുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. അതൊരു വിവേചനമായി കാണേണ്ടതില്ല. എന്നിട്ടും ആ കുട്ടിക്ക് പഠനം നിഷേധിക്കുന്നു. ഈ നിഷേധത്തിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി സമരം നടത്തിയതും ശരണം വിളിച്ചതും. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ അല്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാതിരുന്നത് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ കൂടി നമ്മളൊന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ എൻ്റെ മക്കളെ തലയിലൊരു കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിലൊരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുമോ? MESൽ സമ്മതിക്കുമോ? ക്രിസ്ത്യൻ സംഘങ്ങളെ സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം, അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധന നടത്താം. ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക. അതല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന, കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരെ സ്കൂളിൽ അവർ എങ്ങനെ വേണം പോയിക്കോട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ, SDPIയോ MESോ ജമാഅത്തെ ഇസ്ലാം അവർ നടത്തുന്ന സ്കൂളിൽ അവരങ്ങനെ പോയിക്കോട്ടെ. ആരും എതിരല്ല. ക്രിസ്ത്യാനികളെതിരാണോ? ക്രിസ്ത്യാനികളെതിരല്ല. ഈ രാജ്യത്ത് ആരും എതിരല്ല. ഓരോ മാനേജ്മെൻറ്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം. ഇപ്പം ശബരിമല കാലത്ത് കുട്ടികൾ എന്നാൽ കറുപ്പെടുത്ത് പോകണം എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? നിങ്ങൾ അതെന്താ പറയാത്തത്? ശബരിമല കാലത്ത് ഇനി ഒരു 60 ദിവസം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം കറുത്ത മുണ്ടെടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാളെ ഇളകിയാൽ എന്തായിരിക്കും? ഞങ്ങളെ കൊല വിളിക്കല്ലേ? സർക്കാരിൻ്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ, അതിലെന്താ തെറ്റ്? സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ പോകാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മൾ. അത്യുഗ്രൻ ഡയലോഗുകളായിരുന്നു സുരേന്ദ്രൻ്റെത്. കേട്ടല്ലോ. പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തട്ടം പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിസുര പറഞ്ഞ വളരെയധികം പ്രസക്തമായ മൊഴിമുത്താണ്, മുത്തുമണികളാണ് നിങ്ങൾ കേട്ടത്. കറുപ്പുറത്ത് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയില്ലെന്നും അതിന് സമ്മതിക്കില്ലെന്നും പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്കാണ് നിങ്ങൾ പ്രകടനം നടത്തേണ്ടത്. ആ സുരേന്ദ്രനെ വഴിതെറിഞ്ഞാണ് നിങ്ങൾ ശരണം വിളിക്കേണ്ടത്. ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലുമോ പുരാണങ്ങളിലോ പറയുന്നില്ല മലക്ക് പോകുന്നവൻ കറുപ്പെടുക്കണമെന്ന്. എന്നിട്ടും കറുപ്പെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ തീപ്പന്തമായി ജ്വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മതബോധം സടകുഴഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. ഈ നടത്തിയ പ്രകടനം തെറ്റാണെന്നും കറുപ്പെടുത്തവൻ സ്വാമിമാരുടെ സ്കൂളിൽ പോയാൽ മതി എന്നൊന്നും പറയാൻ ഒരു ഉള്ളിസുരിയെയും നമ്മൾ കണ്ടില്ല. അതേസമയം മുസ്ലിങ്ങളുടെ ഖുർആൻ കൃത്യമായി തലമറക്കാൻ പറയുന്നുണ്ട്. ആ ഇസ്ലാമിക നിയമം ഒരു മുസ്ലിം പെൺകുട്ടി പാലിക്കാൻ ശ്രമിച്ചതിനാണ് ആ കുട്ടിക്ക് പഠനം നിഷേധിച്ചതും സമൂഹ മധ്യത്തിൽ അവഹേളിച്ചതും. ആ മുസ്ലിം പെൺകുട്ടിയുടെ അവകാശത്തെ ചോദ്യം ചെയ്ത ഹിന്ദുത്വ ശക്തികൾക്ക് കറുപ്പുറത്ത് സ്കൂളിൽ കയറുന്ന അവകാശം വേണമെന്ന് പറയുന്ന
ഇരട്ടത്താപ്പിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ശരി, കേരളത്തെ പോലെ സമത്വസുന്ദരമായ ഒരു രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ സാധിക്കണം. ഈ സ്കൂളിൽ യൂണിഫോം കൊണ്ടുവരുമ്പോൾ അത് ഒഴിച്ചുകൂടാനാവാത്ത മതവിശ്വാസങ്ങളെ ഹനിക്കുന്നതോ തള്ളിപ്പറയുന്നതോ ആവരുത്. ദിവസം ഒരു കുട്ടി കറുപ്പെടുത്തു വരുന്നത് കൊണ്ട് ഇല്ലാതാവുന്ന, യൂണിഫോമിന്റെ കളർ ഒപ്പിച്ച ഒരു കുട്ടി തട്ടം ചുറ്റി വന്നാൽ ഇല്ലാതാവുന്ന അവകാശമോ അധികാരമോ യൂണിഫോമിന്റെ പേരിൽ സ്കൂളുകൾക്കും ഉണ്ടാവരുത്. നമ്മുടെ സ്കൂളുകളിലെ യൂണിഫോമും സ്കൂളുകളിലെ അച്ചടക്ക നടപടികളും ഏതെങ്കിലും മതത്തെയോ വിശ്വാസത്തെയോ ചോദ്യം ചെയ്യുന്നതാവരുത്. കുട്ടികൾ പഠിക്കട്ടെ, കുട്ടികൾ അവർക്കുള്ള സ്വാതന്ത്ര്യത്തോടെ പഠിക്കട്ടെ, അതിനവരുടെ മതം ഒരിക്കലും തടസ്സമാവാതിരിക്കട്ടെ.